കഴിഞ്ഞ ദിവസം നമ്മളായിരുന്ന സ്ഥാനങ്ങളൊക്കെ ദൈവസ്ഥാനത്ത് നമ്മോട് കൂടെ ഇരുന്നു. या दिनों में हम जो जो जगह में थे वहां पर परमेश्वर की अनुग्रह हमारे साथ में थे. ആയുസ്സും ആരോഗ്യവും ബലം എല്ലാം തന്ന ദൈവകൃപയ്ക്ക് നന്ദി പറയുന്നു. हमें बल और आयु ताकत सब दिया हुआ परमेश्वर को धन्यवाद करता हूँ. എന്റെ മെസ്സേജ് കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. मेरे संदेश सुनने वाले सभी लोगों को मैं प्यार भरा हुआ सलाम देता हूँ. ജോയ് പാസ്റ്റർക്കും നന്ദി അറിയിക്കുന്നു. जॉय पास्टर के लिए भी धन्यवाद देता हूँ. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി थोड़ी समय का ध्यान के लिए 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. पहले യോഹന്നാൻ 3 आयत उसके 8वां 3 अध्याय उसके 8वां वाक्य. ആരെങ്കിലും ഒരാളും മലയാളത്തിൽ വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. पहले യോഹന്നാൻ 3 का 8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇന്ന് പകൽ ചില പ്രവൃത്തികളെ അഴിപ്പാൻ പിശാച് എവിടൊക്കെ കെട്ടപ്പെട്ടോ അതിനെ അഴിക്കുന്ന ഒരു പകലാണ് ഇന്നത്തെ പകൽ. हम पढ़ते हैं कि जहां जहां बांधा हुआ है वो बांधा हुआ अवस्थाओं को खोलने के लिए हमें शैतान के बंधनों को खोलने के लिए प्रभु यीशु मसीह आया है. वैसा कुछ बंधनों को आज खोलने वाला है. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറായാൽ എവിടൊക്കെയോ കെട്ടപ്പെട്ട് കിടക്കുന്ന ചില കഴുതെ അഴിച്ചു വിട്ടതുപോലെ കെട്ടപ്പെട്ട് കിടക്കുന്ന ചില വ്യക്തികളെ അടിച്ചു പുറത്തു കൊണ്ടുവരുന്ന ഒരു പകലാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാകാൻ ദൈവപ്രവൃത്തി വെളിപ്പെടുകയും ചെയ്യും. हमें आज अगर विश्वास करने के लिए आप तैयार है तो जहां जगह बांध के रखा हुआ जो गधे को बांध के रखा हुआ समान बंधन में पड़ा हुआ उस बंधनों को खोलने के लिए परमेश्वर विश्वस्त है. अगर आज आप विश्वास करेगा तो ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ എവിടൊക്കെയോ മുടങ്ങിക്കിടക്കുന്നതായി എവിടൊക്കെയോ പുറത്തു വരാൻ കഴിയാതെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില ബന്ധനങ്ങളെ ഇന്ന് പകൽ അടിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു പകലാണ് വിശ്വസിക്കാൻ തയ്യാറാണ്. आमेन. आज कई जगह में कई अवस्था में बांधा हुआ जो पड़ा हुआ बंधनों को परमेश्वर खोलने वाला है, क्योंकि मैंने विश्वास करता हूं अगर जो बंधन है परमेश्वर खोलने के लिए आज परमेश्वर विश्वस्त है. പിശാച് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് എന്ന് 1-2 വിഷയങ്ങൾ പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ ഇരുന്നോളാം. शैतान हमारे जीवन में क्या क्या करता है 2-3 बातों को कहते हुए मैं जल्दी बंद करूंगा. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയെ പിശാച് തടയും. कई बार हमारा प्रार्थना को शैतान रोकता है. നമ്മൾ പ്രാർത്ഥിക്കും പലപ്പോഴും ഈ ലോകത്തിന്റെ അധിപതി പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയെ തടഞ്ഞ് അതിന്റെ മറുപടി നമ്മുടെ കരത്തിൽ കിട്ടാതെ ഒഴുക്കി വെക്കുമ്പോൾ ഇന്ന് പകൽ പ്രാർത്ഥനയെ തടയുന്ന ചില കെട്ടുകളെ ഇന്ന് പകൽ പൊട്ടിക്കുന്ന ഒരു പകലാണ്. हम प्रार्थना करते हैं लेकिन हमारा प्रार्थनाओं को परमेश्वर के पास पहुंचे बिना रोकने वाला, हमारे आशीषों को हमारे हाथ में आने के लिए भी रोकने वाला कुछ बंधन है. वो बंधन को आज परमेश्वर खोलने वाला है अगर आप विश्वास करेगा. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാം. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 12-ാമത്തെ വാക്യം. दानियल 10 का 12. दानियल की किताब 10वां अध्याय उसके 12 आयत. फिर उसने मुझसे कहा, हे दानियल मत डर, क्योंकि पहले ही दिन को जब तूने समझ बुझने के लिए मन लगाया और अपने परमेश्वर के सामने अपने दीन किया, उसी दिन तेरे वचन सुन गए हैं और मैं तेरे वचनों के कारण आ गया हूं. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ദാനിയേൽ പ്രാർത്ഥിക്കാൻ മനസ്സ് വെച്ച സമയം തന്നെ അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടെ. എന്നാൽ ഈ ലോകത്തിന്റെ അധിപതി പാർശ്വി പ്രഭു അവിടെ വായിക്കുന്നത് അവന്റെ പ്രാർത്ഥനയെ തടയാൻ ഇടയായി.
यहाँ पर हम देखते हैं दानियल प्रार्थना करने के लिए जब मन लगाया उसी दिन परमेश्वर ने उनके प्रार्थना को सुना है। यहाँ हम देखते हैं कि जो पारसी के जो प्रभु है, इस दुनिया के अधिकारी, उनके प्रार्थना को रोक दिया है। അവൻ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, മറുപടി അയക്കാഞ്ഞിട്ടല്ല, എന്നാൽ ഈ ലോകത്തിന്റെ അധിപതി അവന്റെ പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, എവിടേക്കോ ഏതൊക്കെയോ മണ്ഡലത്തിൽ നമ്മുടെ പ്രാർത്ഥനയെ തടഞ്ഞ് അതിന്റെ ഉത്തരം നമ്മുടെ കരങ്ങളിൽ കിട്ടാതെ വണ്ണം തടഞ്ഞു വെച്ചിരിക്കുന്ന മണ്ഡലത്തിന്മേൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകാൻ അധിപതിയെ വെട്ടി നമുക്ക് വേണ്ടി ഉത്തരം അരുളുന്ന ഒരു ദൈവമുണ്ട്. वह प्रार्थना नहीं की है इसी कारण नहीं है, वह प्रार्थना किया है। वैसा ही हम भी जो प्रार्थना नहीं किया इसलिए नहीं है, हम प्रार्थना करते रहता है, लेकिन हमारा प्रार्थना का फल हमारे हाथों में ना आने के लिए हमें बांध के रखा हुआ कई सारे बंधन है, वो बंधनों को काट कर उस उत्तर हमारे हाथों में देने के लिए परमेश्वर विश्वस्त है। आज अगर आप विश्वास करेगा तो ഞാനും നിങ്ങളും പറയാറുണ്ട്, ദൈവം ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് ഇതിന് മറുപടി ഇല്ലയോ, ഇതിന് ഉത്തരമില്ലയോ എന്ന് നാം പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്നാൽ ഇന്ന് പകൽ ആ ചോദ്യത്തിന് ഒരു മറുപടിയായി, എവിടൊക്കെയോ നിന്റെ പ്രാർത്ഥന തടഞ്ഞിട്ടുണ്ടോ ആ മണ്ഡലത്തിൽ എവിടെ വെട്ടേണ്ടോ ദൈവം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വെട്ടി അതിന്റെ ഉത്തരം ഈ മാസത്തിന്റെ അവസാന ദിവസങ്ങൾ ആയിരിക്കുമ്പോൾ ചില ദൈവപ്രവൃത്തി കാണുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക, കാണുക തന്നെ ചെയ്യും. आमीन। कई बार प्रार्थना करता है लेकिन वो प्रार्थना का जवाब हाथ में नहीं आते हुए वो रोकने वाला बंधनों को काट कर उस प्रार्थना का जवाब अपने हाथों में ले आने के लिए, हमारे पास पहुंचाने के लिए परमेश्वर विश्वस्त है। अगर आज सुबह आप विश्वास करने के लिए तैयार है तो आपके पास वो जवाब पहुंचने के लिए परमेश्वर विश्वस्त है। ചിലടത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ നമ്മുടെ കണ്ണുകളെ കുരുട്ടാക്കും. ഈ ലോകത്തിന്റെ അധിപതി അവിശ്വാസിയുടെ കണ്ണ് കുരുട്ടാക്കിയതുപോലെ ചിലത് കാണാൻ നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ വണ്ണം കണ്ണ് കുരുട്ടാക്കുന്ന ചില മണ്ഡലത്തിൽ നമ്മുടെ കുരുട്ട് കണ്ണുകളെ ദൈവം ഇന്ന് തുറക്കുന്ന പകലാണ്. हमें कई जगह में हम देखते हैं कि जो आंखों को बंद करने वाला, अंधकार में डालने वाला, इस दुनिया का अधिपति हमारे आंखों में पर्दा डालने वाला जो बंधन है, वो बंधनों को खोलकर तुम्हारे आंखों में रोशनी देने के लिए, जो देखने का विषय दिखाने के लिए परमेश्वर विश्वस्त है। अगर आप आज विश्वास करेगा तो ഇതേപോലെ വിശ്വസിക്കാൻ നമ്മൾ വായിക്കുന്നുണ്ട്, ആഗറിന്റെ കണ്ണ് തുറന്നെന്ന് പറയുന്നത് പോലെ ഇന്ന് മരുഭൂമിയിൽ നമുക്ക് വേണ്ടി ചില നീരുറവുകൾ തുറക്കുന്നത്, നമ്മുടെ കുരുട്ട് കണ്ണിനെ ഇന്ന് തുറക്കാൻ ഇടയായാൽ ചില നീരുറവകൾ കാണാൻ ഇന്ന് പകൽ ചില നിങ്ങളുടെ ജീവിതത്തിൽ എവിടൊക്കെയോ അടഞ്ഞു കിടക്കുന്ന ചില കുരുട്ട് കണ്ണുകളെ ഇന്ന് തുറന്ന് ചില നന്മകൾ കാണുവാൻ ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കുന്നു. വിശ്വസിക്കാൻ തയ്യാറാകുക, ദൈവപ്രവൃത്തി കാണാൻ ഇടയാം. आमीन। हम देखते हैं कि हागार के आंखों को खोलने के समय उसने वो सोता पाया है, वैसा ही आमीन जहां आंख बंद पड़ा हुआ है, जहां जो बंद आंखों को खोलेगा तो जो जीवन में जो प्राप्त करने का कुछ आशीषों को देखने के लिए जो परमेश्वर विश्वस्त है। अगर तुम्हारे जीवन में जो बंद पड़ा हुआ आशीषों को देखना है, तुम्हारा बंद हो गया वो आंखों को खोलना चाहिए। आज सुबह अगर विश्वास करने के लिए तैयार है तो उस आंखों को खोलने के लिए परमेश्वर विश्वस्त है। നമ്മൾ സുവിശേഷത വായിക്കുന്നുണ്ട്, ഒരു വ്യക്തിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പലപ്പോഴും അവനെ തീയിലും വെള്ളത്തിലും ഇട്ട് നശിപ്പിച്ച് കളയുവാൻ നോക്കുന്നത്. എന്നാൽ അവിടെ യേശു ഇറങ്ങി അവന്റെ ബന്ധനം അഴിച്ചപ്പോൾ അവൻ സ്വതന്ത്രനായി. പലപ്പോഴും അവനെ തകർത്ത് കളയാൻ ഇന്നു പകൽ നമ്മളെ രോഗിയാക്കി നമ്മളെ തകർത്ത് കളയാൻ നോക്കുന്ന ചില അന്ധകാര ശക്തികൾ അവരെ വായിക്കുന്ന പ്രത്യേകം വായിക്കുന്നുണ്ട്, അവനെ തകർത്ത് കളയാൻ. ഇന്ന് പകൽ നമ്മെ തകർത്ത് കളയാൻ നോക്കുന്ന ചില കെട്ടുകളെ ഇന്ന് പകൽ അഴിച്ചു വിടുന്ന ഒരു പകലാണ്. आमीन। हम सुसमाचार में पढ़ते हैं यीशु मसीह के पास एक बाप ने अपने बेटा को लेके आया, उनको कई बार पानी में आग में डाल के मर डालने के लिए कोशिश करते हुए जो बंधन है, वो बंधन का ऊपर यीशु मसीह हाथ बढ़ाकर उन्हें चंगाई किया, उन्हें स्वतंत्र किया है। वैसा ही तुम्हारे जीवन में कुछ बीमारियां डालकर, तुम्हारे जीवन में कुछ तकलीफ डालकर तुम्हें खत्म करने के लिए जो सोचने वाला बंधनों को खोलकर तुम्हें आजादी देने के लिए आज सुबह अगर आप विश्वास करने के लिए तैयार है, आपका बंधनों से छुटकारा देकर आपको आगे बढ़ाने के लिए परमेश्वर विश्वस्त है।
ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാണ് ജോയ് പാഷെ. കുടുംബത്തെ തകർക്കാൻ, നശിപ്പിക്കാൻ നോക്കുന്ന ചില അന്ധകാര ശക്തിമേൽ ഇന്ന് പകൽ ജീവിതത്തിൽ മുന്നോട്ട് ഞെരുക്കമിട്ട് പോരാടുന്ന ചില അന്ധകാര രോഗിയാക്കിയ കിടപ്പിലാക്കാൻ നോക്കുന്ന ചില അന്ധകാര ശക്തിമേൽ ഇന്ന് പകൽ ജോയ് പാഷ വിശ്വസിക്കാൻ തയ്യാറായ ഒരു ദൈവപ്രവൃത്തികളെ കെട്ട് പൊട്ടിക്കുന്ന പുറത്തു വരുന്ന ഒരു പകലാണ്. यस, प्रेज द लॉर्ड, हालेलुया। आज हमें कुछ बीमारियां डाल के बिस्तरा में डालने के लिए कोशिश करते हुए कुछ बंधनों को हमें तोड़कर आज चंगाई देने के लिए परमेश्वर चाहता है, अगर आप विश्वास करेगा तो। നമ്മൾ ലൂക്കാസ് വായിക്കുന്നുണ്ട്, പലപ്പോഴും അവനെ തീയിലും വെള്ളത്തിലും ഇട്ട് നശിപ്പിച്ച് കളയാണ്. അതാ നോക്കുന്നത്. അവനെ എങ്ങനെയും നശിപ്പിക്കണം, അവന്റെ കുടുംബത്തെ നശിപ്പിക്കണം, അവന്റെ തലമുറയെ നശിപ്പിക്കണം, അവന്റെ ഭാവിയെ നശിപ്പിക്കണം എന്ന് പറഞ്ഞ് പലപ്പോഴും നിന്നെ ഒതുക്കുന്ന ചില മണ്ഡലത്തിനകത്ത് ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാകെ എവിടൊക്കെ ഒതുക്കി കളയുമെന്ന്, എവിടൊക്കെ തകർത്ത് കളയുന്ന പറയുന്ന മണ്ഡലത്തിൽ ദൈവപ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെടുന്ന ഒരു പകലാണ്. आमेन, प्रेज द लॉर्ड। हम लूका का सुसमाचार में पढ़ते हैं उस व्यक्ति को जब आग में डाल के, पानी में डाल के मर डालने के लिए कोशिश करते हुए, उनके भविष्य को नाश करने के लिए, उनके जिंदगी को खत्म करने के लिए, उनके पीढ़ियों को नाश करने के लिए कोशिश करते हुए, उन्हें आमेन जो खत्म करने के लिए कोशिश करते हुए बंधनों को परमेश्वर वहां पर खोल दिए। जैसा अगर आज विश्वास करने के लिए तैयार है तो उस बंधनों से छुटकारा देके आगे बढ़ाने के लिए परमेश्वर विश्वस्त है। ഇന്ന് ആവർത്തന വിഷയം ഒരു പ്രാവശ്യം പറയാം. ചില കുടുംബത്തിന്മേൽ, ചില തലമുറമേൽ പലപ്പോഴും രോഗിയാക്കി തലമുറ ഭാവിയെ ബന്ധിച്ച് അവനെ എങ്ങനെയും നശിപ്പിക്കണം, മുന്നേറണം ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെയും നശിപ്പിച്ചിട്ട് എന്നെ കേൾക്കുന്ന ചില വ്യക്തികളുടെ കുടുംബത്തിനകത്ത് എങ്ങനെയും നശിപ്പിക്കണം എന്ന് പറഞ്ഞു മാത്രം ഇറങ്ങി തിരിച്ചിരിക്കുന്ന ചില അന്ധകാര ശക്തിമേൽ ഇന്ന് പകൽ കുടുംബത്തെ കെട്ടിവെച്ചിരിക്കുന്ന ചില കെട്ടുകളെ പൊട്ടിച്ച് പുറത്തു വരുന്ന ഒരു പകലാണ്. आमेन, प्रेज द लॉर्ड। कुछ परिवारों में आमेन शत्रु जो बांध के रखा हुआ है, उन्हें कैसा भी नाश करना, कैसा भी खत्म करने के लिए कोशिश करते हुए कुछ परिवारों में, पीढ़ियों में जो बांध के रखा हुआ उस बंधनों को आज परमेश्वर खोल के उनको बाहर लेके आने के लिए सोच रहा है। പലപ്പോഴും നമ്മളെ ഓരോരുത്തരെയും ഏതെങ്കിലും വിധത്തിൽ അവനെ നമ്മുടെ നന്മയെ തടയുന്നത്, നമ്മുടെ ഉയർച്ചയെ തടയുന്നതാണ്, നമ്മുടെ ഭാവിയെ തടയുന്നതാണ് ചില കെട്ടുകൾ ഇന്നു പകൽ അഴിയുന്ന ഒരു പകലാണ്. आमेन। हम कभी सोचता है क्योंकि हमारे जीवन के बारे में भी, क्योंकि आज कुछ लोगों के जीवन में जो बांध के रखा हुआ बंधन है, उनके भविष्य के विरुद्ध, उनके पीढ़ियों के विरुद्ध, उनके आशीषों के विरुद्ध, उनके अनुग्रह के विरुद्ध बांध के रखा हुआ उस बंधनों को खोलने वाला दिन है आज की सुबह का समय। പകൽ വിശ്വസിക്കാൻ തയ്യാറാണോ? നിന്നെ വഴിയിൽ വെച്ച് നശിപ്പിക്കാൻ നോക്കുന്ന ചില അന്ധകാര ശക്തി, അനർത്ഥം വരുത്തി നിന്റെ ആയുസ്സിനെ വെട്ടിക്കുറയ്ക്കുന്നതായ, മുന്നോട്ട് വിടാതെ വാദിക്കുന്ന ചില വാദികൾ, ചില രോഗാത്മാവിന്റെ ശക്തികൾ ഇന്ന് പകൽ നിന്റെ ആയുസ്സിനോട് വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾ ഇന്ന് പകൽ അഴിഞ്ഞു പോകുന്ന ഒരു പകലാണ്. आमेन, प्रेज द लॉर्ड। अतः रास्ता में तुम्हारा आयु को खत्म करने के लिए कुछ सताव डालकर, कुछ बीमारियां डाल के तुम्हारे जिंदगी को खत्म करने के लिए जो कोशिश करते हुए जो बंधन है, वो बंधनों को तोड़कर तुम्हारे आयु को बढ़ाकर तुम्हें आशीष में बढ़ाने वाला एक समय है आज के समय। വിശ്വസിക്കാൻ ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല, നിന്റെ എല്ലാ വഴികളിൽ നിന്നെ കാക്കേണ്ട ദൂതം. അപ്പൊ അതിനർത്ഥം അനർത്ഥം വരുത്താൻ നോക്കുന്ന അന്ധകാര ശക്തിമേൽ ഇന്നോ പകൽ ഒരനർത്ഥം നിനക്ക് ഭവിക്കാതെ, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കാതെ നിന്നെ കാക്കേണ്ടത് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. आमेन। तुम्हारे आमेन डेरे के निकट कोई विपत्ति ना आएंगे, कोई आमेन जो शत्रु तुम्हें घेरना करेंगे, वैसा तुम्हें दूधों के भेजकर तुम्हें संभालूंगा करके कहा हुआ वचन, जो तुम्हारे जीवन के विरुद्ध आने वाला विपत्तियां है, जो तुम्हारे जीवन के विरुद्ध आने वाला समस्या है, उससे छुटकारा देकर आगे बढ़ाने के लिए परमेश्वर विश्वस्त है। ഇന്ന് വിശ്വസിക്കാൻ ചില മാറി മാറി ഭവനത്തിനകത്ത് അനർത്ഥങ്ങൾ വരുത്തി സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്താൻ നോക്കുന്നതായ പൈശാചിക ശക്തികൾ മേൽ ഇന്നോ പകൽ പരിശുദ്ധാത്മാവ് ഒരു വിടുതൽ തരുന്ന ഒരു പകലാണ് വിശ്വസിക്കുന്നത്. ഒന്ന് മാറുമ്പോ വേറൊന്ന്, മറ്റൊന്ന് മാറുമ്പോ വേറെ, അങ്ങനെ അനർത്ഥങ്ങൾ മാറി മാറി വരുത്താൻ നോക്കുന്നതായ ചില അന്ധകാര ശക്തിമേൽ ഇന്നോ പകൽ വിടുതലൊരു പകലാണ് വിശ്വസിക്കുന്നത്. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന ഒരു പകലാണ്.
एक समस्या, एक से छुटकारा पाएगा तो दूसरा समस्या, एक से बचने के समय दूसरा समस्या, ऐसा तुम्हारा आर्थिक जीवन में समस्या डालकर तुम्हारा नुकसान करने वाला, तुम्हारे जीवन को ऐसा परेशानी में डालने वाला कुछ बंधन है। आज परमेश्वर की आत्मा कई लोगों से स्पष्ट रीति से बातें कर रहा है। तुम्हारा जीवन में आज सुबह छुटकारे का समय है। अगर आप विश्वास करेगा, तुम्हारा उस अवस्था से तुम्हें बाहर लेके आने के लिए परमेश्वर तैयार है। നമ്മൾ വായിക്കുന്നുണ്ട്, കെട്ടപ്പെട്ട കഴുതയെ അഴിച്ചുവിട്ടെന്ന് വായിക്കുന്നുണ്ട്. നമ്മൾ സുവിശേഷം വായിക്കുന്നുണ്ട്, വായിപ്പിക്കുന്നില്ല. കാരണം അവിടെ ഒരു കെട്ടുമുട്ടി കിടന്ന് കറങ്ങിയ പുറത്തു പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് കെട്ടുമുട്ടി കിടന്ന് കറങ്ങുമ്പോ ഇന്ന് പകൽ ആ കെട്ടുമുട്ടി കിടന്ന് കറങ്ങാനല്ല, നിന്നെ പരിശുദ്ധം നിന്നെ ചിലത് കാണിക്കുവാൻ, ചില നന്മകൾ നിനക്ക് തരാൻ ദൈവം വാഗ്ദത്തമാണ്. ഇന്ന് പകൽ ആരൊക്കെയോ കെട്ടുമുട്ടി കിടന്ന് കറങ്ങുന്ന വ്യക്തികളെ ഇന്ന് പകൽ അഴിച്ചുവിടാൻ അരുമനാഥൻ ഇറങ്ങിയിട്ടുണ്ട്. आमेन। जैसे हम पढ़ते हैं, जो गधे को बांध के रखा हुआ, वो बांध के रखा हुआ रस्सी में से उसी चक्र में घूमते रहते हुई अवस्था, लेकिन उस अवस्था से बाहर आने के लिए वहां लिखा है कि उनको परमेश्वर खोल दिया है। वैसा ही जो कोई लोगों के जीवन में ऐसा बांधा हुआ अवस्था में घूमते फिरते रहता है, उसी अवस्था से उनके बंधनों को खोलकर आजादी देने के लिए आज सुबह का समय है। अगर अविश्वास करेगा, आज आपके जीवन में उस बंधनों को परमेश्वर खोलने वाला है। ആ കഴുതയ്ക്കും ആഗ്രഹമുണ്ട് ഈ കെട്ടൊന്ന് പൊട്ടിയാൽ എനിക്കൊന്ന് പുറത്ത് പോകരുത്. പക്ഷെ വട്ടത്തിൽ കറങ്ങുന്ന ചില ജോലിക്ക് മുന്നേറാൻ കഴിയാതെ വട്ടം കറക്കുന്ന ചില അന്ധകാര ശക്തിമേൽ ഇന്ന് പകൽ വിശ്വസിക്കുന്ന ഉടയവൻ ഇറങ്ങിയിട്ടുണ്ട് അത് കെട്ടഴിക്കാൻ. ഇന്ന് പകൽ ഉടയവൻ കെട്ടഴിച്ചാൽ ചില അല്ലെങ്കിൽ നിനക്ക് കിട്ടാത്തതായ ചില ബഹുമാനങ്ങൾ ഇന്ന് പകൽ കിട്ടുന്ന ഒരു പകലാണ്. आमेन। जैसे उस बांधा हुआ गधे को इच्छा है कि उसका बंधन को जरा खुलने दे, बंधन खुल के बाहर आने के लिए वो चाहते हैं, लेकिन उन्हें बांध के रखा हुआ अवस्था से उनको बाहर निकलने की नहीं होता है। लेकिन वैसा ही जो बांधा हुआ अवस्था में पड़ा हुआ व्यक्तियों को वहां से खोल कर उसको आजादी देने के लिए परमेश्वर चाहता है। अगर आज आप विश्वास करता है, आपके जीवन में उस बंधनों से बाहर लेके आने के लिए, हमें कई लोगों के बंधनों से परमेश्वर बाहर लेके आने के लिए परमेश्वर चाहता है। ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഉടയവൻ ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഇന്ന് പകൽ ഉടയവൻ ഇറങ്ങി നിന്നെ എവിടൊക്കെ കെട്ടുപെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഒരു ഉടയവൻ ഇറങ്ങിയിട്ടുണ്ട് നിന്റെ കെട്ടിനെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ. अगर जो मालिक है, जो सर्व सृष्टि करता है, जो अधिकारी है, वो अधिकारी अगर खोलेगा तो वो खुल जाएंगे। आज उस अधिकारी जो हमें परमेश्वर है, जो हमें आज उत्तर की आया है, हमें तुम्हारा उस बंधन से तुम्हें छुटकारा देने के लिए, उस बंधन को खोलने के लिए, तो उसने आज वो बंधनों को खोलने वाला है। ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അർഹതയില്ലാത്ത സ്ഥാനത്ത് അവൻ അർഹത ലഭിച്ചെങ്കിൽ ഇന്ന് പകൽ ആർക്കൊക്കെയോ ചില അർഹതയുണ്ട്, പക്ഷേ അത് പ്രാപിക്കാൻ കഴിയാതെ കെട്ടപ്പെട്ട് കിടക്കുക. ഇന്ന് പകൽ മറ്റുള്ളവർ അതിശയ കൂറുമാർ നിന്റെ കെട്ടിനെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്ന് ഉടയവൻ നിന്റെ മേൽ വാഹനമേറാൻ ഇടയായ ഇന്ന് പകൽ നിന്റെ സ്ഥിതി മാറും. आमीन। कुछ आशीषों को प्राप्त करने के लिए, कुछ अधिकार को प्राप्त करने के लिए जो योजना है, उनको जो अधिकार प्राप्त करना चाहिए, लेकिन बंधन में पड़े होने के कारण वो आशीषों को या वो अधिकार को प्राप्त करने के लिए नहीं होता है। लेकिन जो अधिकारी है, जो हमें जो उनके मालिक है, अगर वो उतर के आके खुल जाएगा तो तुम्हारे ऊपर वो सवार करने के लिए वो तैयार है। ഇന്ന് പകൽ വിശ്വസിക്കാൻ ചില അധികാരിയുടെ ഉള്ളത്തോടെ ഇടപെട്ടിട്ട് നിന്നെ പുറത്തു കൊണ്ടുവന്നിട്ട് യേശുവിന്റെ അധികാര നാമത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകുക. ഇന്ന് പകൽ എവിടെയൊക്കെയോ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്ത് അന്ധകാരത്തികൾ കെട്ടപ്പെട്ട് കിടക്കുന്ന ചില അവസ്ഥയിൽ പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു ഉന്നതമായ സ്ഥാനം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയാതെ എവിടെയൊക്കെയോ കെട്ടപ്പെട്ട് കിടക്കുന്ന വ്യക്തി ഇന്ന് പകൽ ഊട്ടയവൻ ഇറങ്ങിയിട്ടുണ്ട് നിന്റെ കെട്ടിനെ പൊട്ടിക്കാൻ വേണ്ടി. आमीन। कुछ आशीषों को प्राप्त करने के लिए, कुछ अधिकार को प्राप्त करने के लिए, ऊंचे पद में पहुंचने के लिए नहीं देते हुए रोकी रखा हुआ कुछ बंधन है। आज परमेश्वर उस अधिकारी लोगों से बातें करने वाला है। उनसे बातें करके जो बांधा हुआ अवस्था से बाहर लेके आने के लिए परमेश्वर चाहते हैं। अगर आप विश्वास करेगा, परमेश्वर आपका जीवन में वो कार्य करेंगे।
നമ്മൾ വായിക്കുന്നത് ഞാൻ പ്രവർത്തിക്കും ആര് തടുക്കും. ഇന്ന് പകൽ വിശ്വസിക്കുക, ഞാൻ നിന്റെ മുമ്പിൽ ഇതാ ഒരു വാതിൽ തുറന്നിരിക്കും. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ചില ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്പതകരെ കണ്ണിച്ച് ഇരുമ്പോടാൻ മുറിച്ചു കളന്ന് ഇന്ന് പകൽ കടക്കാൻ കഴിയാതെ ചില ഇരുമ്പോടാമ്പല് ഇന്ന് പകൽ മുറിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പകലാണ്. വിശ്വസിക്കാൻ തയ്യാറായി. आमेन। वचन करते हुए जैसा मैं तुम्हारे आगे चलकर जो आमेन पीतल के जो द्वार है उसको खोलकर लोखंड के जो बंधनों को भी तोड़कर तुम्हें बाहर लेके आऊंगा करके जो वचन करते, जैसा तुम्हारे जीवन में कुछ बंधन पड़ा हुआ है उसको तोड़कर आज सुबह तुम्हें बाहर लेके आने के लिए परमेश्वर चाहते हैं। നമ്മുടെ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നുണ്ട്, യഹൂദന്മാരുടെയും രാജ ഹെരോദാവിന്റെയും യഹൂദന്മാരുടെയും ആലോചനയ്ക്ക് വിരുദ്ധമായി പത്രോസിനെ കൊന്നു കളയണമെന്നാണ് യഹൂദന്മാരുടെയും ഹെരോദാവിന്റെ എന്നാൽ അവിടെ വായിക്കുന്നുണ്ട്, അവരുടെ ആലോചന വ്യർത്ഥമാക്കി അവനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്നു പകൽ ചിലർ ആലോചന വർദ്ധിച്ച് പുറത്തു കൊണ്ടുവരുന്നൊരു പകലാണ്. आमेन। हम प्रेरितों के कामों में पढ़ता है, पत्रोस को जो यहूदी और हेरोद राजा ने सोचा है उनको खत्म करने के लिए, लेकिन उनका उसी प्लान के बंधनों को, उनका योजनाओं को तोड़कर वहां से जो बाहर लेके आया परमेश्वर पत्रोस को, वैसा ही तुम्हारे जीवन में परमेश्वर कार्य करेंगे। അവനെ പുറത്തു വിടാൻ ഒരിക്കലും കഴിയത്തില്ല. പക്ഷെ അവനെ പലപ്പോഴും ഞാൻ എന്നെ പലപ്പോഴും സന്തോഷം, ഒന്നാം വാതിലും രണ്ടാം പട്ടണത്തിലേക്ക് ഇരുമ്പ് വാതിൽ താനെ തുറന്ന്, പട്ടണത്തിനകത്ത് ആ നന്മയുള്ളത്, പട്ടണത്തിനകത്ത് ആ വിടുതലുണ്ട്. പക്ഷെ അവിടെ വായിക്കുന്നത് പട്ടണത്തിലേക്കുള്ള വാതിൽ ഇരുമ്പ് വാതില. എന്നാൽ ഇന്ന് പകൽ ചില പട്ടണത്തിന്റെ ഇരുമ്പ് വാതിൽ നിനക്ക് വേണ്ടി തുറന്ന് ചില പട്ടണത്തിന്റെ നന്മകൾ കാണിക്കുന്ന ഒരു പകലാണ്. आमेन। हम पढ़ते हैं कि जो पत्रोस को खत्म करने के लिए रखा हुआ है, वो हम पढ़ने के समय जैसे आनंद मिलते हुए एक बात है कि उनको खत्म करने के लिए बांध के रखा हुआ, जो पहले द्वार भी खुल गया, दूसरा द्वार भी खुल गया, लेकिन शहर के जो द्वार है वो लोहे के द्वार है, वो भी अपने आप खुल गया, क्योंकि आशीष जो रहा हुआ है, आशीष जो रखा है शहर में, वो शहर में ना जाने के लिए इतने बड़े बंधन है, लेकिन वहां आने के समय और शहर के द्वार भी अपने आप खुल गया। അവിടെ വായിക്കുന്നത് ഇരുമ്പ് വാതിൽ താനെ ആരും തുറന്നില്ല, തന്നെ തുറന്നെങ്കിൽ ഇന്നോ പകൽ ചില രാജ്യത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കാതെ പിശാച് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നോ പകൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി നിന്നോട് ഇന്ന് പരിശുദ്ധ പറയുക, നിനക്ക് വേണ്ടി ചില പട്ടണത്തിന്റെ ചില രാജ്യത്തിന്റെ രേഖ നിനക്ക് വേണ്ടി തിരത്തി എഴുതി അവൻ നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു പകലാണ്. ഇന്ന് വിശ്വസിക്കാൻ എത്ര വലിയ വാതിലാണ്. നിനക്ക് തോന്നുന്നു ഇത് അസാധ്യമാണ്. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഇന്നോ പകൽ ചില നന്മയ്ക്ക് വേണ്ടി ചില പട്ടണത്തിന് വാതിൽ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. आमेन आमेन आमेन। वहां के जो शहर के द्वार है वो बंद पड़ा हुआ है, लोहे के द्वार है, वो खुल नहीं सकता है। तुम भी सोच रहा होगा वो खोलेंगे नहीं, लेकिन आज तुम्हारे लिए परमेश्वर कुछ शहर के द्वार खोलने वाला है, कुछ राज्यों के द्वार खोलने वाला है। अगर तुम विश्वास करेगा तो तुम सोचेंगे असंभव है, लेकिन कुछ बड़े बड़े द्वारों को खोलकर तुम्हें कुछ राज्यों में पहुंचाने के लिए परमेश्वर तैयार है। अगर तुम विश्वास करेगा तुम्हारे लिए बड़े बड़े द्वारों को खोल के देने के लिए परमेश्वर तैयार है। ഇന്ന് പകൽ വിശ്വസിക്കുക, എന്നെ കേൾക്കുന്ന ചില വ്യക്തികൾ ചില രാജ്യത്തിന്റെ വഴിക്ക് വേണ്ടി വാതിലിന് വേണ്ടി ആഗ്രഹിച്ച് മുട്ടിക്കൊണ്ടിരിക്കും. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകാൻ പിശാച് തടഞ്ഞു വെച്ചിരിക്കുന്ന ചില രാജ്യത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. आमेन। कुछ लोगों के जीवन में कुछ द्वार बंद पड़ा हुआ है, राज्यों के द्वार। अगर तुम विश्वास करने के लिए तैयार है, तुम्हारे लिए वो बड़े बड़े राज्यों के द्वार खोलने के लिए परमेश्वर तैयार है। കാരണം പട്ടണത്തിന്റെ വാതിൽ എന്ന് വെച്ചാൽ പട്ടണത്തിനകത്താ ചില നന്മകളുള്ളത്, പട്ടണത്തിനകത്താ ചിലത് കാണാനുള്ളത്. ഇന്ന് പകൽ പട്ടണത്തിനകത്ത് ചില നന്മകളുണ്ട്, ചില കുറവുകൾ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. അത് കാണാതെ വേണം ഇരുമ്പ് വാതിൽ വെച്ച് പൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്ന തലമുറയ്ക്ക് ചിലരുടെ വ്യക്തിയോട് ഞാൻ ആരുമായി പറയാം, ചില തലമുറകൾക്ക് വേണ്ടി ഈ ദിവസങ്ങൾ ചില ഇരുമ്പ് വാതിൽ തുറന്ന് പുറത്തു കൊണ്ടുവരുന്നൊരു പകലാണ്. യേശുവിന്റെ അധികാര നാമത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകാൻ, യേശുവിന്റെ അധികാര നാമത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകാൻ ചില പട്ടണത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി തുറക്കാൻ. പലപ്പോഴും ആലിന് എന്ന് തുറക്കും വിശ്വസിച്ച് പ്രാർത്ഥന. ഇന്ന് പകൽ യേശുവിന്റെ അധികാര നാമത്തിൽ ഇന്ന് പകൽ പട്ടണത്തിന് വാതിൽ തുറക്കുന്ന ഒരു പകലാണ്. आमेन आमेन। कुछ शहरों के जो द्वार बंद पड़ा हुआ है,
जो आमीन बंद पड़ा हुआ द्वार को खोलने के लिए परमेश्वर तैयार है। कुछ लोगों से कहता है तुम्हारे पीढ़ी के जो भविष्य के विरुद्ध जो बांध के रखा हुआ जो बंधन है, आज सुबह उस बंधनों को खोलकर तुम्हारे लिए उस द्वार को खोलकर आशीष देने वाला दिन है। इसलिए आज सुबह अगर विश्वास करने के लिए तैयार है, तुम्हारे लिए, तुम्हारे परिवार के लिए, तुम्हारे पीढ़ी के लिए जो बंद पड़ा हुआ द्वारों को खोलकर परमेश्वर आशीष में आगे ले आने वाला है। ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രവചന ദൂത് പോലെ ഇന്ന് ഞാൻ പറയുകയാണ്, ഒരു പ്രാവശ്യം കൂടെ ആവർത്തിച്ച് പറയുകയാണ്. ചിലർക്ക് വേണ്ടി യേശുവിന്റെ അധികാര നാമത്തിൽ പട്ടണത്തിലേക്ക് ഇരുമ്പ് വാതി താനെ തുറന്നെങ്കിൽ നീ പലപ്പോഴും മുട്ടുന്നുണ്ട്. ഇന്നപ്പം വിശ്വസിക്കാൻ തയ്യാറാകെ നീ പ്രാർത്ഥനയും മുഴങ്കാൽ മടക്കിയാൽ മാത്രം മതി. നിനക്ക് വേണ്ടി ചില പട്ടണത്തിന് ഇരുമ്പ് വാതി താനെ തുറക്കും. ആരും തുറക്കണ്ട. നീ ആര് തുറക്കും നീ ഇന്നപ്പം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. പട്ടണത്തിൽ നന്മ കാണാൻ പോകുക. आमें जो शहर के भलाइयां देखने के लिए शहर के जो द्वार है, मैं वापस भविष्यवाणी की रीति में कहना चाहता हूं कि ये संदेश आमेन आपके जीवन में एक नया द्वार को खोलने वाला है। ये द्वार कौन खोलेंगे करके तुम सोचने का जरूरी नहीं है, तुम संदेह करना जरूरी नहीं है। तुम्हारे लिए वो बड़े द्वार अपने आप खुल जाएंगे। वो अपने आप को द्वार को खोलकर तुम्हारे पीढ़ियों को या तुम्हारे जीवन में उस आशीषों को परमेश्वर देने वाला है। आज सुबह अगर आज तुम विश्वास करेगा, आज तुम्हारे लिए वो खुल जाएंगे। നമ്മൾ പറയുന്നത് യേശുക്രിസ്തുവിന്റെ കല്ലറയ്ക്ക് ചെന്നും മാർത്തയും മറിയൊക്കെ ചെന്ന് പറഞ്ഞു, ആരെനിക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടി മാറ്റും എന്ന് പറഞ്ഞു. അവര് നോക്കിയപ്പോൾ കല്ല് വലുതാ. यीशु मसीह के कब्रिस्तान के सामने जाके जो मरिया उन साथ में आया हुआ लोग पूछता है, ये कौन हमारे लिए ये पत्थर हटाएंगे, क्योंकि उनको देखने के समय वो बड़ा पत्थर है, कोई हटा नहीं सकता है। അവര് വെച്ചത് ഒരിക്കലും പുറത്തു വരരുത്. ഏതൊക്കെ ശക്തികൾ ഇറങ്ങിയാലും അവൻ പുറത്തു വരാതെ, എത്ര രോഗമുദ്ര പൊട്ടി വെച്ചാലും ഇന്ന് പകൽ പുറത്തു വരണം തമ്പുരാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, എത്ര വലിയ കല്ലായാലും എത്ര വലിയ മുദ്ര വെച്ചാലും ഇന്ന് പകൽ വിശ്വസിക്കാൻ എന്താണ്, പിശാചേ നിന്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി, നിന്റെ ഗൂഢാലോചനയ്ക്ക് വിരുദ്ധമായി ഇന്ന് പകൽ ആരുടെയൊക്കെ ജീവിതത്തിൽ ചില കല്ലുകൾ ഉരുട്ടി മാറ്റി പുറത്തു കൊണ്ടുവരുന്ന ഒരു പകലാണ്. आमीन। उन लोग देखने के समय बड़ा पत्थर था, वो बड़ा पत्थर रखने के कारण है ये कभी बाहर नहीं आना है, कभी भी ये खुलना नहीं करके उन लोग मोहर डाल के रखा है। लेकिन परमेश्वर चाहेगा तो आमीन कितना भी बड़ा पत्थर होने दो, बड़ा मोहर होने दो, आमीन शैतान जो रखा हुआ जो पत्थर है, शैतान ने जो बंद करके रखा हुआ है, वो परमेश्वर आज सुबह खोलने वाला है। आमीन। तुम्हारे जीवन में परमेश्वर खोल के आशीष देने के लिए परमेश्वर तैयार है। അവിടെ വായിക്കുന്നുണ്ട്, കല്ലുരുട്ട് മാത്രമല്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കല്ലുരുട്ട് മാത്രമല്ല, ആ കല്ലിന്മേൽ ദൂതനാണ് എന്ന് വെച്ചാൽ ദൈവം തുറന്ന വഴി ഇനി അടയാതിരിക്കാൻ അതിന്മേൽ ദൂതൻ ഇറങ്ങി. आमीन। वहां पर जो पत्थर केवल हटाया नहीं है, वो पत्थर को हटाकर उसके ऊपर स्वर्गदूत आके बैठा हुआ है, क्योंकि जो परमेश्वर खोल के रखा हुआ जो रास्ता है, परमेश्वर खोल के रखा हुआ द्वार है, वो कभी भी बंद ना होने के लिए उसके ऊपर स्वर्गदूत आके बैठा हुआ है। ഞാൻ പലപ്പോഴും ചിന്തിച്ചാറുണ്ട്, കല്ലം ഉരുട്ടി മാറ്റിയപ്പോൾ എന്തിനാ ഇതിനകത്ത് ദൂതൻ കയറിയില്ല. അപ്പോഴെനിക്ക് മനസ്സിൽ ആഴമായി പരിശുദ്ധാത്മാവിനോട് ദൈവം തുറന്ന വഴി അടയാതിരിക്കാൻ വേണ്ടി അതിനകത്ത് ദൂതൻ കയറി. ഇന്ന് പകൽ വിശ്വസിക്ക്, നിനക്ക് വേണ്ടി ദൈവം തുറന്ന വഴിയാണെങ്കിൽ ആരും അത് അടയ്ക്കാതിരിക്കാൻ വേണ്ടി ദൂതൻ അതിനകത്ത് ഇറങ്ങുന്ന ഒരു പകലാ. आमीन। मैंने सोचा है कि जो पत्थर केवल हटाने के लिए काफी है, लेकिन उसमें स्वर्गदूत क्यों बैठा है? तो परमेश्वर गहराई से मुझे बातें करने लगा। परमेश्वर खोल की रखा हुआ जो द्वार है, वो वापस बंद नहीं करने के लिए स्वर्गदूत उसका ऊपर आके बैठा हुआ है। आज तुम्हारे जीवन में जो परमेश्वर खोल की रखा हुआ जो द्वार है, परमेश्वर खोल की रखा हुआ है, वो बंद ना होने के लिए उसके ऊपर स्वर्गदूत आके बैठ जाएंगे। ദൈവത്തിനറിയാം ഇവര് ചിലപ്പോൾ കല്ല് വീണ്ടും ഉരുട്ടി വെക്കും അതിനെ തടയാൻ വേണ്ടി. എന്നാൽ ഇന്നോ പകൽ അതിനെ തടയാൻ ഈ ലോകത്തിൽ ഒരു ശക്തി, നമ്മൾ വായിക്കുന്നു, ഒരു ദൂതൻ ഇറങ്ങി 1,85,000 പേരെ കഴിവെങ്കിൽ ഇന്നോ പകൽ നിനക്ക് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങുന്നുണ്ട്. आमीन। जैसे परमेश्वर जानते हैं अगर ये पत्थर वापस उन्होंने बंद कर सकता है, इसलिए वो स्वर्गदूत आकर उसके ऊपर बैठ गया है। क्योंकि हम पढ़ते हैं एक स्वर्गदूत आके 1,80,000 के ऊपर लोगों को एक ही क्षण में खत्म किया है। वैसा है तो वो स्वर्गदूत वहां बैठा है, वो वापस बंद ना होने के लिए।
അപ്പൊ അത് മനസ്സിലായി, ഇനി ഒരു രക്ഷയില്ല. കാരണം ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് പിശാച് എവിടൊക്കെയോ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയറിയാം? നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കാൻ, നിനക്ക് വേണ്ടി ചില വാതിൽ തുറക്കാൻ, അടഞ്ഞു കിടന്ന ചില കെട്ടുകളെ പൊട്ടിക്കാൻ വേണ്ടി ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാക. ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് കേൾക്കുന്ന ചില കുടുംബത്തിനകത്ത് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയാതെ ദൂതൻ എവിടെ കെട്ടിട്ട് വലിച്ച ഇന്ന് പകൽ കെട്ടഴിഞ്ഞ് നീ പുറത്തു വരും. आमीन। कई जगह में जो बांधा हुआ अवस्था है, जो बाहर आने के लिए चाहता है, लेकिन आज स्वर्गदूत उतर के आया हुआ है, जो बांधा हुआ बंधन को खोलकर वो वापस बंधना करने के लिए वो स्वर्गदूत उतर के आया है। कई परिवारों के जीवन में उनको बाहर आने के लिए इच्छा है, उन्हें वहां से बचने के लिए इच्छा है, लेकिन बाहर नहीं आ सकता हुआ बांध के रखा हुआ बंधनों को खोलकर जो उन्हें आजादी देने के लिए स्वर्गदूत आज उतर के आया हुआ है। വിശ്വസിക്കുക, നിന്റെ ശൂന്യതകളെ മാറ്റുന്ന ഒരു ദൈവമാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, എസ്തേറിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, तुम्हारा जो शून्य अवस्था है उसको दूर करने के लिए आमीन परमेश्वर विश्वस्त है। तुम प्रार्थना करेगा तो, और जो एस्तेर के किताब में पढ़ते हैं, മോർദെഖായിയെ കൊല്ലിക്കളയാനാണ് ഹാമാന്റെ വ്യാൻ. അവിടെ വായിക്കുന്നുണ്ട്. ഇനി എന്നെ പലപ്പോഴും ചിന്തിച്ചുകൊണ്ട്, മേദ്യയുടെയും പാർശ്യയുടെ രേഖയ്ക്ക് ഒരിക്കലും മാറ്റം വരുത്താൻ ഈ ലോകത്തിൽ ഒരു ശക്തി കഴിയത്തില്ല. പക്ഷെ ഒരു കാര്യം കൂടെ വായിക്കുന്നുണ്ട്, മേദ്യയുടെ പാർശ്വയുടെ രേഖയ്ക്ക് മാറ്റം വരുത്തിയെങ്കിൽ ഇന്നോ പകൽ ചില രേഖ നിനക്ക് വേണ്ടി എഴുതാൻ പോകുക. നീ ചിന്തിക്കുന്ന എനിക്ക് എതിരെ ആ രേഖ, പക്ഷെ ഒരു കാര്യം, ദൈവം ഇറങ്ങിയാൽ ചില രേഖ മാറും. आमीन। जो मोर्दकाई को मर डालने के लिए हामान का योजना है, उन्होंने यही सोचा था हामान को खत्म किया जाएंगे। जैसा कहता है जो मेदिया पारसी लोगों का जो नियम है वो कभी भी बदल नहीं सकता है। एक बार अगर लिखा हुआ है वो कभी भी बदल नहीं सकता है, लेकिन उस नियम को भी बदला हुआ परमेश्वर तुम्हारे विरुद्ध अगर कोई लिखा हुआ है उसको बदलने के लिए परमेश्वर विश्वस्त है। അവിടെ വായിക്കുന്നുണ്ട്, നിയമപ്രകാരമാണ് അല്ലെങ്കിലും ഞാൻ രാജസന്, പക്ഷെ നിയമപ്രകാരം രാജസന് അധികാരമില്ല, ഒരിക്കലും പോകാൻ അതിന്. പക്ഷെ ഒരു കാര്യം, ചില നിയമത്തെ മാറ്റി മറിച്ചിട്ട് ചില രാജ്യത്ത് നിനക്ക് നിയമമില്ല, പക്ഷെ ഒരു കാര്യം, വിശ്വസിക്കാൻ തയ്യാറാകാൻ ദൈവം നിന്നെ ആ രാജ്യത്ത് വിടാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറ ആ രാജ്യത്ത് വിടാൻ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ചില രേഖ മാറ്റി എഴുതി അവിടെ നിന്നെ വിടുന്ന ദൈവമാണ്. आमीन। अगर जो लिखा हुआ नियम को बदल नहीं सकता है, विदेश के कई नियमों को कभी भी बदल नहीं सकता है, लेकिन परमेश्वर तुम्हारे लिए, तुम्हारे पीढ़ी के लिए अगर वहां पर तुम्हें भेजना परमेश्वर चाहता है तो वहां के नियमों को भी बदल के तुम्हें वहां ले जाने के लिए परमेश्वर विश्वस्त है। നിയമമില്ല അവിടെ, ചില നിയമമില്ല അവിടെ, ആ രാജ്യത്ത് പോകാൻ നിയമമില്ല. പക്ഷെ ഒരു കാര്യം, നിയമത്തിന് വിരുദ്ധമായി ദുഷ്ടത പ്രവർത്തി ഉപായിയുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്ന ഒരു ദൈവത്തെ നാം ധാന്യപ്രവചനം വായിക്കുന്ന. നിയമത്തിന് വിരുദ്ധമായി ദുഷ്ടത പ്രവർത്തിക്കുന്ന ഉപായിയുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്ന ഒരു ദൈവത്തെ നാം ആരാധിക്കുന്ന ദൈവം. हमें नियम के विरुद्ध जो दुष्ट शक्ति ने जो बांध के रखा हुआ है, हमें जो नियम के विरुद्ध है, उस देश में जाने के लिए नियम नहीं है, वहां के कानून अनुमति नहीं देता है, तो भी उसी नियम को बदल कर वहां पर पहुंचाने के लिए परमेश्वर विश्वस्त है। അതുകൊണ്ട് എസ്തർ പറഞ്ഞത്, നിയമമില്ല, സംഗതി ശരിയാ, പക്ഷെ നിയമം അവിടെ കിടക്കും, പക്ഷെ നിനക്ക് വേണ്ടി ചിലത് തുറക്കാൻ പറ്റും. एस्तेर कहता है नियम नहीं है, मुझे वहां जाने के लिए अनुमति नहीं है, तो भी वो नियम वैसा ही पड़े रहेंगे, तुम्हारे लिए वहां जाने के लिए मार्ग खुल जाएंगे। ജോയ് പാസ്റ്ററെ, വിശ്വസിച്ചോ, തലമുറയ്ക്ക് വേണ്ടി നിയമത്തിന് വിരുദ്ധമായി ചില വഴികൾ ദൈവം തുറക്കാൻ പോകുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ എനിക്ക് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു വഴി തുറക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവം വിശ്വസിക്കാൻ തയ്യാറാകാൻ. നിയമം അവിടെ കിടക്കാം, പക്ഷെ നിയമത്തിന് വിരുദ്ധമായി ദുഷ്ടത ഉപായിയുടെ സൂത്രങ്ങളെ അബദ്ധമാക്കി നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചില നന്മകൾ കാണിക്കുവാൻ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ തയ്യാറാകാൻ ദൈവം അത് അരുളി ചെയ്യും. ജോയ് പാസ്റ്റർ മാത്രമല്ല, ചില വ്യക്തികളോട് ഇന്ന് പകൽ ആഴമായി പരിശോധന ഇടപെടുന്ന ഒരു പകല. आमीन। कई लोगों से परमेश्वर की आत्मा की गहराई से बात कर रहा है। तुम्हारे पीढ़ी के लिए, तुम्हारे लिए एक मार्ग खोल के देने के लिए तुम जो प्रार्थना करता है, आमीन, उस प्रार्थना का जवाब परमेश्वर देता है। तुम विश्वास करेगा तो तुम्हारे लिए उस मार्ग खोल कर तुम्हारे पीढ़ी के लिए एक नियम को बदल कर तुम्हारे लिए एक आशीष देने के लिए परमेश्वर तैयार। ഇന്ന് പ്രാർത്ഥിച്ച് മടുത്ത വ്യക്തികളോട് ഞാൻ പറയാം, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരവുണ്ട്.
आमेन। प्रार्थना करके थक गया हुआ कुछ लोगों से आज परमेश्वर की आत्मा कहता है तुम्हारा प्रार्थना के लिए जवाब है। പ്രാർത്ഥിച്ചോ, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോ, ഈ ദിവസങ്ങള് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ. ചില രാജ്യത്തിന്റെ വഴികൾ നിനക്ക് വേണ്ടി തുറക്കാൻ എന്റെ ദൈവം വിശ്വസ്തൻ. आमेन। इन दिनों में तुम लगातार प्रार्थना में लगी रहो, कुछ राज्य के मार्गों को रास्ताओं को परमेश्वर खोल के देने के लिए तैयार है। ഒരു കാര്യമാണ് പറഞ്ഞു ചെയ്യപ്പെടുന്നത്, നാം പലപ്പോഴും നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കുവാൻ ദൈവശക്തനാണ്. हम गिरना जाते हुए हमें संभालने के लिए हमारे परमेश्वर विश्वस्त है। യൂദയുടെ ലേഖനം വീഴാതെ വണ്ണം നമ്മെ കളങ്കമറ്റവരായി അവന്റെ സന്നിധി. അപ്പൊ അതിന്റെ അർത്ഥം വീഴ്ത്താൻ നോക്കുന്ന ചില അന്ധകാര ശക്തികളുണ്ട്, തകർക്കാൻ നോക്കുന്ന ചില അന്ധകാര ശക്തി. അതുകൊണ്ട് അവിടെ പറഞ്ഞു വീഴാതെ വണ്ണം. ഇന്നും പകൽ വിശ്വസിക്കുക, നിന്നെ വീഴ്ത്താൻ നോക്കുന്ന അന്ധകാര ശക്തിമേ, നിന്നെ തകർക്കാൻ നോക്കുന്ന അന്ധകാര ശക്തിമേ, ഇന്നും പകൽ പിശാചിന്റെ കെട്ടുകളെ പൊട്ടിച്ച് അവൻ നിന്നെ വീഴാതെ വണ്ണം നിർത്തുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. आमेन। यूदा का पत्र में पढ़ता है ना गिरने के लिए देते हुए तुम्हें संभालने वाला परमेश्वर के हाथ। इसके मतलब यह है कि तुम्हें गिराने के लिए शत्रु कोशिश करेंगे, लेकिन तुम्हें ना गिराने के लिए, वहां से बचाने के लिए जो परमेश्वर के सामर्थ्य है, परमेश्वर के हाथ है, वो तुम्हारे साथ है, तुम्हें बचाएंगे। നമ്മൾ വായിക്കുന്ന ആവർത്തനം, ഞാൻ നേരത്തെ ഒരു ദിവസം പറഞ്ഞ ആവർത്തനം, യോസഫിനെ അവർ കുഴിയിട്ടെന്ന് പറഞ്ഞു നിന്റെ സ്വപ്നം എന്തായിത്തീരും. അവർക്ക് അവനെ വീഴ്ത്തി, പക്ഷെ സ്വപ്നം എന്തായിത്തീരും എന്ന് പറഞ്ഞ വീഴ്ത്തി. പക്ഷെ ഒരു കാര്യം, സ്വപ്നം കൊടുത്ത ദൈവമാണെങ്കിൽ അവനെ വീഴാതെ സൂക്ഷിച്ച് നിർത്തുന്ന ഒരു ദൈവത്തെ നാം സേവിക്കുന്ന ദൈവം. आमेन। हम पढ़ते हैं जोसेफ के जीवन में, जोसेफ को गड्ढे में डालने के बाद बोला तुम्हारा स्वप्न क्या होगा, लेकिन स्वप्न दिया हुआ परमेश्वर है, तो उसको पूर्ति करने के लिए परमेश्वर विश्वस्त है। അവനെ എവിടെല്ലാം വീഴ്ത്താൻ നോക്കി, എവിടെല്ലാം നശിപ്പിക്കാൻ നോക്കി, എവിടെല്ലാം തകർക്കാൻ നോക്കി. നമ്മൾ വായിക്കുന്നുണ്ട്, അവനെ വീഴാതവണ്ണം അവനെ നിർത്താൻ ദൈവശക്തനാണെങ്കിൽ ഇന്നോ പകൽ വിശ്വസിക്കുക, വീഴാതവണ്ണം നമ്മെ കളങ്കമറ്റവരായി നിർത്താൻ എന്റെ ദൈവ വിശ്വസ്തന. അതിന് പിമ്പിൽ വീഴ്ത്താൻ നോക്കുന്ന അന്ധകാര ശക്തിമേ, ഇന്നോ പകൽ ജയം തന്നെ മാനിക്കുന്ന ഒരു ദൈവത്തെ നാം സേവിക്കുന്ന ദൈവം. आमेन। कहां कहां उन्हें गिराने के लिए कोशिश किया है, कहां कहां उन्हें खत्म करने के लिए कोशिश किया है, लेकिन वहां पर वो ना गिरते हुए उन्हें संभाले हुआ परमेश्वर तुम्हारे जीवन में भी तुम्हें ना गिरने के लिए, संभालते हुए तुम्हारे लिए आशीषों को खोल के देने के लिए परमेश्वर विश्वस्त है। आज सुबह तुम विश्वास करने के लिए तैयार है, तुम्हारे लिए परमेश्वर काम करेंगे। ഇന്ന് വിശ്വസിക്ക്, നിന്റെ ജീവിതത്തിൽ നിന്നെ രോഗിയാക്കാൻ നോക്കുന്നതായ ചില കെട്ടുകളെ ഇന്ന് പകൽ പൊട്ടിക്കുന്ന പകലാണ്. आज तुम विश्वास करो, तुम्हारे जीवन में बीमारियां डालने वाला कुछ बंधनों को परमेश्वर आज सुबह खोलने वाला समय है। മാറി മാറി ഭവനത്തിനകത്ത് ഞെരുക്കമിടുന്ന ചില അന്ധകാര ശക്തിമേൽ ഇന്ന് പകൽ ഒരു വിടുതൽ ദൈവം തരാൻ പോകുകയാണ്. आमेन। एक आमेन परेशानियां परिवार के अंदर डाल के तुम्हें सताने वाला उस बंधनों से आज परमेश्वर छुटकारा देना चाहता है। ഭവനത്തിനകത്ത് ശൂന്യത വരുത്തുന്നതായ ചില അന്ധകാര ശക്തിമേ ഇന്ന് പകൽ വിടുതൽ തരുന്ന ഒരു പകലാണ്. हमें परिवार के अंदर शून्य डालने वाला कुछ अंधकार का शक्तियों से छुटकारा देने वाला सुबह का समय है। എന്ന് വിശ്വസിക്കുന്ന നിന്റെ ഭവനത്തിനകത്ത് ഐക്യത കെടുത്തുന്നതായ, സ്വസ്ഥത കെടുത്തുന്നതായ, സമാധാനത്തെ കെടുത്തുന്ന അന്ധകാര ശക്തി ഇന്ന് പകൽ നിന്റെ ഭവനം ഒരു ബേഥേലായി തീരാൻ പോവുകയാണ്. आमेन। तुम्हारा परिवार के अंदर एकता को तोड़ने वाला, शांति को तोड़ने वाला, तितर बितर करने वाला जो बंधनों को तोड़कर तुम्हारा परिवार के अंदर एक शांति लाने वाला ये दिन है आज। വിശ്വസിക്കാൻ തയ്യാറായ ചില കുടുംബം ഇന്ന് പകൽ ബേഥേലാകാൻ പോകുക. നാളുകളുണ്ട് ഐക്യതക്കെടുത്തുന്നത്, സമാധാനത്തെ കെടുത്തുന്നതായ, ചില ഭവനത്തിനകത്ത് സ്വസ്ഥതക്കെടുത്തുന്നതായ അന്ധകാര ശക്തി ഇന്ന് പകൽ വിടുതന്ന് ആ ഭവനം ഒരു ബേഥേലായി അറിയപ്പെടുന്ന ഒരു ഭവനമായി മാറ്റാൻ ഇന്ന് എന്റെ ദൈവ വിശ്വസ്തന. आज तुम्हारा उस घर को बदल बनाने के लिए परमेश्वर विश्वस्त है। हमें तुम्हारा जो शांति को नाश करने वाला, तुम्हारे एकता को तोड़ने वाला, तुम आगे बढ़ नहीं सकते हुए तितर बितर करने वाला जो बंधनों को तोड़कर तुम्हारे परिवारों को आज बदल होने वाला है, बदल करने वाला है। लोगों के सामने जो सभी लोग सुनने का या ध्यान देने का जैसा उस घर को परमेश्वर बदल करके बदलने वाला है। ചില നന്മകൾ കാണാൻ കഴിയാതോണം, ചില തലമുറകളെ നന്മ കാണാൻ കഴിയാതെ നിന്റെ കണ്ണുകളെ കുരുട്ടാക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്റെ ചില കുരുട്ട് കണ്ണുകളെ തുറക്കുന്ന ഒരു പകല.
आमेन। तुम्हारे जो आशीषों को ना देख सकते हुए, तुम्हारा जो भलाई को ना देख सकता हुआ, तुम्हारे आंखों को जो बंद करके रखा हुआ, उस बंधनों को आज खोलने वाला दिन है। മാറി മാറി ഭവനത്തിനകത്ത് അനർത്ഥങ്ങൾ വരുത്തുന്നതായ ചില കെട്ടുകളെ ഇന്ന് പകൽ പൊട്ടിക്കുന്ന ഒരു പകല. एक छोड़ के एक अनर्थों को तुम्हारा परिवार के अंदर डालने वाला, उस बंधनों को खोलने वाला दिन है आज। ഉയർപ്പിന് തടസ്സമായിരിക്കുന്ന ചില കല്ലുകളെ ഇന്ന് പകൽ പൊട്ടി മാറ്റുന്നത് പകല. ऊंचाई को रुकाने वाला कुछ पत्थर है, उसको तोड़ने वाला दिन है आज। ചില രാജ്യത്തിന്റെ നന്മകൾ കാണാൻ കഴിയാതെ വേണം ചില ഇരുമ്പ് വാതിലുകളെ തകർത്ത് നിനക്ക് വേണ്ടി ചില രാജ്യത്തിന്റെ നന്മകൾ നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു പകല. कुछ राज्यों के भलाई प्राप्त ना करने के लिए बांध के रखा हुआ जो लोहे का द्वार है, उसको खोलने वाला दिन है आज। ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലവണ പ്രാർത്ഥിക്കാം. आज विश्वास करने के लिए तैयार हो जाओ। एक मिनट हम प्रार्थना के लिए अपने सिरों को झुकाए। പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽ കേട്ട വചനങ്ങൾക്കായി സ്തോത്രം. ദൈവമേ, നിന്റെ വ്യക്തികളെ ചില അന്ധകാര ശക്തികൾ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന കൃപയ്ക്കായി നന്ദി പറയാണ്. ചില തലമുറയ്ക്ക് വേണ്ടി ചില പുതു വഴികളെ തുറന്ന് മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. आमेन। पवित्र परमेश्वर, आज आमेन, आपने सुनाए वचनों के अनुसार आज कुछ लोगों के बंधनों को, कुछ पीढ़ियों के बंधनों को खोलकर उन्हें बाहर लेके आता है, इसलिए हम आपको धन्यवाद देते प्रभु जी। പകൽ വിശ്വസിക്കാൻ തയ്യാറാണ്. ദൈവമേ, ദൈവവൈറ്റുകൾക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കൃപയ്ക്കായി സ്തോത്രം. ചില തലമുറയ്ക്ക് വേണ്ടി ചില കുടുംബത്തിന്റെ ഞെരുക്കങ്ങൾ മാറ്റി പുറത്തു കൊണ്ടുവന്ന ദിവസങ്ങളാക്കി തീർന്നവയ്ക്കായി സ്തോത്രം. കേട്ട വ്യക്തികൾക്കെല്ലാം ഇത് അനുഗ്രഹമായി ഇടയാക്കുന്നവയ്ക്കായി സ്തോത്രം. സകലവും മാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. आमेन। जो आज सुना हुआ वचनों के अनुसार जो विश्वास करने वालों के जीवन में, उनके परिवारों के जीवन में, उनके पीढ़ियों के जीवन में सुना हुआ वचनों के अनुसार कुछ आमेन बंधनों को तोड़कर आशीषों को लेके आकर उन्हें अभिषेक में आगे बढ़ाता है, इसलिए हम आपको धन्यवाद देते प्रभु जी। എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം കേട്ടുന്ന എല്ലാവർക്കും നന്ദി. നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ചില വിടുതൽ